ഗായ്സ്, ഞാൻ ഇപ്പോൾ എണീറ്റതേ ഉള്ളൂ. സോ ഞാൻ വിചാരിച്ചു ഒരു എക്സാം വ്ലോഗല്ല എന്നാലും ലൈക്ക് എന്തോന്നു ഹാഫ് ഡേ ഇൻ മൈ ലൈഫായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. സോ ഹാഫ് ആൻ അവർ മാത്രമേ ഉള്ളൂ ഇനി ടൈം. സോ ഐ ഹാവ് ടു ഗെറ്റ് റെഡി. ഫ്രഷ് ആയിട്ട് വരാം. ബൈ ബൈ. ഹലോ, ഞാൻ ഫ്രഷായി കഴിഞ്ഞു. സോ പെട്ടെന്ന് റെഡി ആവണം. Moisturizer. Second of all, sunscreen. Time here. ഞങ്ങളുടെ കമ്പനി അതിന് മാത്രം ചെയ്യാം. ഇനി ടെൻഷനിൽ തെറ്റിയൊക്കെ പോകുന്നു. പക്ഷെ എനിക്കിന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ എക്സാമാണ്. ബട്ട് ഒരു തേങ്ങ മനസ്സിലാവാത്തതുകൊണ്ട് പിന്നെ കൂടുതൽ ഫോട്ടോ ഒന്നും എടുക്കാൻ പോകില്ല. Because we are not going on a party. ഞാൻ ചെറുതായിട്ട് ആഡംബരമാക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് താമസിച്ചാലും വീഡിയോ എടുക്കാൻ മറക്കിട്ടുണ്ട്. കാരണം ഞാൻ എഴുതിയിട്ട് വരാം. ബിക്കോസ് ഐ ഹാവ് നോ ടൈം ലെഫ്റ്റ്. ക്യാമറ നോക്കി ചെയ്യാൻ പറ്റില്ല. കണ്ണായിരിക്കും ഞാൻ കഴിഞ്ഞ് എല്ലാം കൂടെ താഴ്ന്നു. എല്ലാം കഴിഞ്ഞു. ഇപ്പം എല്ലാം കഴിഞ്ഞു, റെഡിയായി കോളേജിൽ. എനിക്ക് വന്ന ടൈമിലുള്ളത് എടുക്കാൻ പറ്റിയില്ല. ആഫ്റ്റർ എക്സാം എടുക്കുന്നു. എക്സാം തുടങ്ങിയിട്ടൊരു 15 മിനിറ്റ് പോലായില്ല. അതിന് മുമ്പ് ഞാൻ എഴുതി കഴിഞ്ഞ് തിരിച്ചു വന്നു. എഴുതാൻ മാത്രമായിട്ടൊന്നും അറിയത്തില്ല. സോ ഐ ഡിഡ്ന്റ് റൈറ്റ് എനിത്തിങ്. ഞാനൊന്നും എഴുതിയില്ല. ഒന്നും വെച്ചാൽ ഒന്നും എഴുതിയില്ല. സപ്ലി വാങ്ങുമെന്നും അറിയത്തില്ല. ചുമ്മാ ഞാനിങ്ങനെ ഗ്രൗണ്ടിൽ ഇരിക്കുന്നു. വേറെ ആരും ഇറങ്ങിയില്ല. ഞാൻ മാത്രമേ ആ ഹോളിൽ നിന്ന് ഇറങ്ങിയുള്ളൂ. ബോറടിക്കും. ഞാനിങ്ങനെ ഈ പ്രകൃതി ഭംഗി പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കും. അവിടെ പോയ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് പോയ മാമിക്ക് എന്ത് നേരത്തെ ഇറങ്ങിയത്, എല്ലാം ഇറങ്ങിയോ? എനിക്കെല്ലാം അറിയത്തുള്ളൂ. 2 സെൻറ്റൻസ് എഴുതിയിട്ട് ഞാൻ ഇറങ്ങിയാണ്.
ഉറപ്പാണ്. ശുഭപ്രതീക്ഷ 100% തോന്നി. ഞാൻ വിചാരിച്ചില്ല ഇത്രയും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് വരുന്നതെന്ന്. ഞാൻ 6 മണിക്ക് എണീറ്റിരുന്ന് പഠിച്ചു. അതിലൊന്നും വന്നില്ലെന്ന് ഞാൻ പറയത്തില്ല, അതിലൊന്നും എനിക്ക് ഓർമ്മയില്ലായിരുന്നു. അതാണ് വിഷയം. അവരൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ വരാം. ഓക്കെ. ഞാൻ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെ നോക്കുന്നു. കുറച്ച് പെട്ടെന്ന് എഴുതിയിരുന്നു. ഒന്നും എഴുതാതെ അവിടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് ഉറക്കം വന്നുകൊണ്ടിരിക്കുക. സോ ഇറങ്ങി വന്നു. ഞാൻ വിചാരിച്ചു ചുമ്മാ ഇങ്ങനെ വീടെടുത്തുകൊണ്ടിരിക്കാം. വേറെ പണിയൊന്നുമില്ല പ്രത്യേകിച്ച്. വിശക്കുന്നു എല്ലാം കഴിക്കണം. ബാക്കി ഇനി കൃഷ്ണയൊക്കെ വന്നിട്ട് കാണാം. ബൈ ബൈ. ഇതാണെങ്കിൽ എന്നെ കണ്ട എപ്പോഴും ഓടുന്ന എല്ലാവരും ചത്തത് പോലെയാണ് വന്നത്. അതില്ലേ 4 ലക്ഷം ഇവിടെ ഉണ്ട്. എൻ്റെ അടുത്തുണ്ട് പട്ടി. സക്സസ്ഫുള്ളി ഈസ് കമ്മിങ്. യെലോ മോനി ഭയങ്കര അനുസരണ അല്ലേ മോനെ? പോകുന്നുണ്ടോ? മലയിടുന്നുണ്ടോ? ഇത് ഞാൻ കോളേജിൽ വന്ന ടൈമിൽ ഞാൻ പരിചയപ്പെട്ട ഡോഗാണ്. കുളിക്കില്ല, നനക്കില്ല, വൃത്തിയായിട്ട് കിടക്കാനാണ്. നോക്കണം. ഭയങ്കര സ്നേഹമുള്ള കുട്ടിയാണ് ഗൈസ്. ഇവിടെ ഒരുപാട് പറ്റിയാണ് ഒന്നിരിക്കുന്നുള്ളൂ. അനുസരണം കൂടിപ്പോയതാണ് മോനെ. അങ്ങനെ കുറെ പേര് ഇറങ്ങി. വാ രാഹുലിനും പനി. ദിസ് മൈ ഫ്രണ്ട് രാഹുൽ. പറ, എന്തെങ്കിലും സംസാരി. ഹീസ് തമിഴ്. ഞാൻ തമിഴ്. ഏതാவது சொல்லுடா. எல்லாத்துக்கும் வணக்கம். ഈ രാഹുലിന്റെ ഈ ഗെറ്റപ്പിന് കാരണം അവന്റെ ഡെങ്കുപ്പനിയാണ്. തിമോത്തി ഈസ് ഓൾവേസ് ബിസി. ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം. പക്ഷേ ഐ എം വെയിറ്റിംഗ് ഫോർ വേറെ 2 പേർ. അവർ രണ്ടുപേരും ഇറങ്ങിയില്ല. എൻ്റെ അടുത്ത് പഠിച്ചില്ല എന്ന് പറഞ്ഞിട്ട് തകർത്തിരുന്ന് എഴുതുമെന്ന് തോന്നുന്നു. പിന്നെ രാഹുൽ എഴുതാത്തോണ്ട് പിന്നെ എനിക്കൊരു ആശ്വാസം. വന്നാ ഷിയാസ് വന്നു, പക്ഷെ കൃഷ്ണ വന്നില്ല. അവളിനി രാവിലെ നിന്ന് പഠിച്ച அவ்வளவுதானே, ஏதாவது பேசு. இடிச்சு நீ. രാഹുലിന് പെണ്ണിനെ ആവശ്യമുണ്ട് ഗൈസ്. ഈ സുന്ദരമായ മുഖത്തിന് പെണ്ണിനെ ആവശ്യമുണ്ട്. എഴുതിയാ? ഞാനേ എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസറിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വേറെ ഒന്നും എഴുതിയില്ല. കൃഷ്ണയാ എനിക്കൊന്നാണ് 5 മണിക്കിരുന്ന് പഠിച്ചാണ്. കള്ളിയാണ്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. രാവിലെ വല്ലതും പറയാവൂലേ? രാഹുൽ ഇവിടെ ഊട്ടിക്കാരനെ പോലെ എങ്ങനെ ഇരിക്കുന്നത്? അയ്യോ അണ്ണാക്കൊള്ളി. ஹாய் காய்ஸ், இப்போ நெக்ஸ்ட் எங்களோட பிளான் என்னன்னா, நீ தான் சொல்லணும். പ്രത്യേകിച്ചൊന്നുമില്ല, വീണ്ടും വന്ന് എക്സാം എഴുതണം. நான் இப்போ ஊருக்கு പോവാം. ഡെങ്കു. അതാ എനിക്കും വരത്തില്ലേ ഇത് ഡെങ്കു? വന്നാ നല്ലതാ இருக்கும். എനിക്ക് വരത്തില്ല. ഐ ഹാവ് സ്ട്രോങ് ഇമ്മ്യൂണിറ്റി. நெக்ஸ்ட் அங்கே ஒருத்தர் இருக்கான் பாருங்க, அவனை மட்டும் எப்போதும் நம்பவே நம்பாதீங்க.
എല്ലാത്തിനും പാസ്സാവും ചെറുക്കൻ. എന്നാ ബാത്റൂമിൽ ഇരുന്ന് വരാൻ പഠിക്കും. എന്ന് പറഞ്ഞിട്ട് റിസൾട്ട് വരുമ്പോ തിമോത്തി ജയിക്കും. ഞങ്ങളെ രണ്ടുപേരും அந்த இடத்துல பீப் வரும். ഞാൻ ജയിച്ചു ഗൈസ്, ഞാൻ ജയിച്ചു. ഒരു സപ്ലി പോലും എനിക്കില്ലായിരുന്നു സെക്കൻഡ് സെക്കൻഡ്. എനിക്ക് മൊത്തം 10 ഉണ്ട്. 10 2 ജയിച്ച് 1 പൊട്ടി. தெரியல ஒரு ஒரு நிமிஷம் இப்படி என்னன்னு சொல்றா. ചായ കൊള്ളത്തില്ല, എന്നാലും കുടിക്കണം. ഞാൻ 4 ദിവസമായി തോന്നുന്നു, 4-5 ദിവസമായി വ്ളോഗ് ഇട്ടിട്ട്. ലൈക്ക് എനിക്ക് എക്സാം ആയിരുന്നു, പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വ്ളോഗ് ഇട്ടില്ല. ഞാൻ തിരക്കിലായിരുന്നു, പക്ഷെ പണിയൊന്നും ഇല്ലായിരുന്നു. I'm so excited guys because you know what, ഞാൻ തോക്കാൻ പോകുന്നു. പിന്നെ കൃഷ്ണ വന്നിട്ട് കാണാം. ഓക്കെ, കൃഷ്ണ വന്നിട്ട് കാണാം. കൊടുത്തല്ലോ എടി, എല്ലായിടത്തും വാങ്ങിച്ചായിരുന്നു. എല്ലാം എഴുതിയിട്ട് കൃഷ്ണ വരെയാണ്. പന്നി, നീ എന്തോ എഴുതി? ഇത്ര സമയം എടുത്ത പറ, എക്സ്പ്ലെയിൻ ചെയ്യൂ. റെഡി? கிருஷ்ணாவா ஒரு क्वेश्चन காமிக்க சொன்னா ஒரு क्वेश्चन கூட காமிக்கல எனக்கு. அண்டா गाइस, finally this ditching girl is here. ഞാനിടും. കൃഷ്ണ വന്നു, ഇനി വീട്ടിൽ പോകാം. ഞാൻ ഡീപ് ലേണിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി. ഞാൻ എല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സത്യം. ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.